എവിടെ പോന്ന്? വേറെ സ്ഥലത്താ? ഏത് സ്ഥലം? ദൂരെ പോടാ. ദൂരെ. ഓക്കെ, ഞങ്ങൾ അങ്ങനെ നിപ്പിന് ഇതാ പോവുകയാണ്. എവിടെയൊന്നൊന്നുമില്ല, ട്രെയിനിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. അവിടെ ചെന്നിട്ട് തീരുമാനിക്കുക എവിടെ പോകുന്നത്. അല്ലെങ്കിലും പിള്ളേർക്ക് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. കുറേ നാൾ കൊണ്ട് പറയുകയാണ്, അച്ഛാ നമുക്ക് ട്രെയിനിൽ പോകാമോ, എന്നെ ട്രെയിനിൽ കൊണ്ടുപോയി എന്നൊക്കെ. അങ്ങനെ എവിടെയെങ്കിലും പോകാമെന്ന് കരുതി ഇറങ്ങി തിരിച്ചതാണ്. നേരെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അങ്ങനെ നമ്മൾ 20 രൂപ വീതം 3 ടിക്കറ്റ് എടുത്തു കേട്ടോ. 60 രൂപയ്ക്ക് നമ്മുടെ യാത്ര. ബാലരാമപുരം സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ ഇനി നാഗർകോവിലോട്ടാണ്. നാഗർകോവിൽ പോയി ചായയും കുടിച്ചിട്ട് അടുത്ത വണ്ടിക്ക് തിരിച്ച് ചായ കുടിക്കാൻ നാഗർകോവിൽ പോയാണ് കേട്ടോ. ഒരു നാഗർ ചായ കുടിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഇതാ 2 വരി പാതയാക്കുന്നതിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, ഇനി നമുക്കിവിടെ 2 വരി പാതയാണ് ഇനി വരാൻ പോകുന്നത്. അതിന്റെ പണികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം ട്രെയിൻ വരാൻ സമയമായിട്ടുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. ദൂരെ എവിടെയോ ടൂറ് പോകുന്നത് പോലെ അവൻ്റെ ബാഗും തൂക്കി ഇറങ്ങിയിരിക്കുകയാണ്. അതിനകത്ത് എന്തെന്ന് ചോദിച്ചാൽ ഒരു ചീപ്പ്, ഒരു കണ്ണാടി, അവൻ്റെ വാച്ച് ചാർജ് ചെയ്യാനുള്ള ചാർജറും കൂടെ കരുതിയിട്ടുണ്ട്. അവൻ ഇത്രത്തോളം ആസ്വദിച്ച് യാത്ര ചെയ്യുന്ന മറ്റൊരു വാഹനമില്ല. അതിന് ഏത് വാഹനത്തിൽ യാത്ര ചെയ്താലും അവന് ഏറ്റവും ഇഷ്ടം ട്രെയിന് തന്നെയാണ്. അങ്ങനെ അച്ഛനും മോനും ട്രെയിനിലിരുന്ന് പുറത്തുള്ള കാഴ്ചകളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. കാരണം ഇനി അങ്ങോട്ട് പോകാൻ ട്രെയിനൊന്നുമില്ല. ഇവൻ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാൻ ഈ നാളെ രാവിലെ ജോലിക്ക് പോകേണ്ടതാണ്. ഇവൻ കാരണം ട്രെയിനിൽ കയറണം എന്ന് പറഞ്ഞാൽ ഇവിടെ വിളിച്ചോണ്ടത്. തിരിച്ച് ട്രെയിനില്ല. ഇനി എന്തായാലും അങ്ങോട്ട് ബസ്സിലുള്ള യാത്ര. ഇനി ബസ്സിലാണ്. ബസ്സില് എനിക്കും പറ്റത്തില്ല, രണ്ടുപേർക്കും പറ്റത്തില്ല. ഇവനൊരു കുഴപ്പമില്ല, ഏത് രാത്രി ഏത് വണ്ടിയാണെങ്കിലും 2 ടയർ ഒരു ഹാൻഡിലും മതി. എത്ര ദൂരം വേണേലും ഇവൻ യാത്ര ചെയ്യും. ഛർദിക്കത്തില്ല, വേറെ ഉറങ്ങത്തില്ല, ഒന്നുമില്ല. അപ്പൊ ഇനി അങ്ങോട്ട് ബസ്സിലാണ് കേട്ടോ, ഇനി ട്രെയിനില്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ബസ്സിലെല്ലാം കായ ഒന്നും വായിക്കത്തില്ല. എല്ലാം തമിഴിൽ എഴുതി വെച്ചേക്കുക. ഏത് ബസ്സിൽ നോക്കിയാലും മാത്രം വായിക്കാം, ബാക്കിയൊന്നും അറിയത്തില്ല. നമുക്ക് എല്ലാം തമിഴിലാണല്ലോ എഴുതി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തത്. അപ്പോൾ ഏതെങ്കിലും ബസ്സിൽ ചോദിച്ച് കയറി വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് തിരിച്ച് തമ്പാനൂർ ബസ്സിൽ കയറണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വിചാരിക്കും നമുക്ക് എന്താ വട്ടാണോ എന്ന്. ചില സമയത്ത് നമുക്ക് ഇതുപോലെ വട്ടിളകും. കാര്യം ചുമ്മാ ഇരിക്കുന്നതോന്നും എങ്ങോട്ടെങ്കിലും പോകാൻ ഇതൊരു വല്ലാത്ത പോക്കായി പോയി. അപ്പോൾ ഗൈസ്, ഇതാണെന്ന് തോന്നുന്നു ബസ്. വടശ്ശേരി ബസ് സ്റ്റാൻഡിലോട്ട് വരുന്നൊരു ബസ്സാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വടശ്ശേരിയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ തേനി എന്നൊക്കെ എഴുതിയേക്കുന്നു. എന്തോന്ന് ഖാ മാത്രം വായിക്കാം. അപ്പം ഗൈസ്, നമുക്ക് ബസ്സിലോട്ട് കയറാം. അപ്പോൾ ഇനി വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ പോയാലാണ് തിരുവനന്തപുരം ബസ് കിട്ടുക. ഈ ബസ്സിലാണെങ്കിൽ അധികം ആൾക്കാരും ഇല്ലായിരുന്നു. ഒരു 3-4 പേര് മാത്രമാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. ഞങ്ങളപ്പോൾ ചിന്തിച്ച കാര്യം, ഈ ട്രിപ്പ് കൊണ്ട് ഇവർക്ക് എങ്ങനെയാണ് മുതലാവുക എന്ന്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വണ്ടി ഓടിയിട്ടും കിട്ടിയ വരുമാനം ഇതാണ്. ഞാൻ ഈ ബസ്സിൽ, ഈ ചെറിയ ബസ്സിലാണ് വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കണക്ക് ഡ്രൈവർ പറഞ്ഞു, കണ്ടക്ടറോട് പറഞ്ഞു പെട്ടെന്ന് എഴുതി വെക്കണം, നമുക്ക് ട്രിപ്പ് കഴിയാറായി. അപ്പോൾ ടോട്ടൽ എമൗണ്ട് അങ്ങനെ എഴുതി വെച്ചേക്കും 4650 രൂപയാണ് ഈ ബസ്സിൻ്റെ ടോട്ടൽ എമൗണ്ട്. എക്സ്പെൻസ്, ഡീസൽ എല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് ഓടിച്ചവർ മുതലാകുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു ബസ്സൊക്കെ ഓടിച്ച് മുതലാക്കുന്ന എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. എന്നാലും അവരൊക്കെ സന്തോഷമാണ്, അവർ ഹാപ്പിയാണ്. ഒരു ചായക്കടയിലോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. ഒരുപാട് ചായക്കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കൊരു ചായ കുടിച്ചിട്ട് വേണം ഇനി അടുത്ത യാത്ര തുടങ്ങാനായിട്ട്. അതൊക്കെ പോവാം. ഇനിയിപ്പോൾ വേറെ പണി എന്ന് പറഞ്ഞാൽ രാവിലെ പോയാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി കാഴ്ചകളിലോട്ടൊക്കെ പോവാം. ഇവിടെ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ. അവർ വേസ്റ്റ് ഇലകളാണ് കൂടുതലും, പ്ലാസ്റ്റിക് പാത്രങ്ങളല്ല, ഇലകളാണ് അവർ കൊടുക്കുന്നത്. ഇലകളൊക്കെ ഇല എടുക്കുന്ന അവരുടെ കോർപ്പറേഷൻ്റെ ആൾ വന്നതുകൊണ്ട് ആ ബക്കറ്റിൽ നിന്ന് ഇല എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഓരോ കടയിലും പോയി വളരെ കൃത്യനിഷ്ഠയോട് കൂടി വേസ്റ്റുകളെല്ലാം അവരെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനൊരു സമ്പ്രദായം നമുക്ക് കേരളത്തിലും വന്നാൽ ചിലവൊന്നുമില്ലാതെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും. എല്ലാം വളരെ 9 മണിയോട് കൂട്ടി ഇവരുടെ ഡ്യൂട്ടി കഴിയും. അപ്പോൾ ഡ്യൂട്ടിക്ക് മുന്നേ എല്ലാ കാര്യങ്ങളും നോക്കിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ ഇല പാത്രത്തിൽ നോക്കിയിട്ട് അടുത്ത ഇലയിലോട്ട് പോവുകയാണ് അടുത്ത്. ഇവിടെ പശുക്കളൊക്കെ വളരെ ഫ്രീ ആണ് കേട്ടോ. ഞാനിവിടെ വരുമ്പോൾ കഴിക്കുന്ന പ്രത്യേക ഒരു ഐറ്റമാണ് വടശ്ശേരി ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടുള്ളൊരു ഹോട്ടലിലെ കൊത്തുപൊറോട്ടയാണ് കേട്ടോ. വേറെ വെറൈറ്റി ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്.
ഒരു ബൗള് നിറച്ച് 130 രൂപ നമ്മൾ 3 പേര് കഴിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെയായിരുന്നു മറ്റേ കൊത്തുപൊറോട്ട. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ആ കിടക്കുന്ന വണ്ടി കണ്ടില്ലേ, കിടക്കുന്ന ആ വണ്ടി, അതിൽ വേണം പോകാനായിട്ട്. തിരുവനന്തപുരം ബസ്സാണ്, പാറശാല വഴി പോകുന്ന തിരുവനന്തപുരം ബസ്സാണ്. നമുക്കതിലേക്ക് പോകാം. ഇനി ആ ബസ്സാണ് നമുക്കുള്ളത്, അതിലോട്ട് കയറി പോകാം. അങ്ങനെ തിരികെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ബസ് കംപ്ലൈൻറ്റ് എന്നറിയുന്നത് കേട്ടോ. ഗിയർ വീഴുന്നില്ല. അങ്ങനെ വല്ല വിധേനയും മാർത്താണ്ഡം വരെ ഈ ബസ്സിനെ കൊണ്ടെത്തിച്ചു. ഇനി മറ്റൊരു ബസ്സിലോട്ട് കയറ്റി വിടാൻ വേണ്ടി അവരെല്ലാ യാത്രക്കാരെയും പുറത്തിറക്കി. അപ്പോൾ ഗൈസ്, നമ്മൾ വന്ന വണ്ടി വഴിയിലായി. അപ്പം നിൻ്റെ ഗിയറിൻ്റെ സെലക്ടറൊക്കെ കംപ്ലൈൻ്റ് ആയി, അതുപോലെ ക്ലച്ചും കംപ്ലൈൻ്റ് ഉണ്ട്, വണ്ടി വലിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഗൈസ്, ഇതിൽ വണ്ടി പോകുമ്പോൾ ഈ മാർത്താണ്ഡം പാലമാണ്, ഇത് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ള പാലം ഇത് ബെയറിങ്ങിലും ഉണ്ടാകും, നല്ലൊരു വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഇടിച്ചതാണ് പോകുന്നത്, അതൊന്നും പോകത്തില്ല. അപ്പോൾ അറിയാതെ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പേടിച്ചു വയറിന് വല്ല പ്രശ്നമാണ്. അല്ല, വയറിനല്ല പ്രശ്നം. പാവ ചെന്നിടം പാതാളം എന്ന് പറഞ്ഞതുപോലെയായി ഞങ്ങൾ അങ്ങനെ പെട്ടു. ചായ കുടിക്കാൻ എത്തിയ സമയം കൊള്ളാം. എന്തായാലും 5 മണിക്ക് പോയ ഞങ്ങൾ തിരികെ വീട്ടിലെത്തിയപ്പോൾ രാത്രി 11:30 മണിയായിട്ടുണ്ട്.